അപ്പോൾ ഈ ഒരു നമ്പറോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് മൈ ലാസ്റ്റ് നമ്പർ. ഇതിനെ പക്ഷേ ഞാൻ സരസിന്റെ വേദിയിൽ മുമ്പ് എനിക്ക് അവതരിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കളക്ടർ കഥ എഴുതുകയാണ് പുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ലേഖനമാണിത്. ഇത് ആഹാരമെഴുത്തുകാരുടെ ലേഖനം. നിങ്ങൾക്കറിയാമല്ലോ, ആഹാരമെഴുത്തിന് പ്രത്യേക ഭാഷയുണ്ട്, ഒരു പഴയ മലയാളമാണ്. അപ്പോൾ ഞാൻ സങ്കല്പിച്ച് നോക്കി, ഒരു ആഹാരമെഴുത്തുകാരൻ പ്രണയലേഖനം എഴുതിയാൽ എങ്ങനെയിരിക്കും? അയാൾക്ക് ആഹാരമെഴുത്തിന്റെ ഭാഷയെ മാത്രം എഴുതാൻ പറ്റുന്നുള്ള എൻ്റെ സങ്കല്പമാണ്. ശ്രദ്ധിക്കുക. ആഹാരമെഴുത്തിന്റെ അതേ ചോദ്യം ആഹാരമെഴുത്തുകാരൻ എഴുതിയ പ്രണയലേഖനം. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ കുണ്ടമണ്ഡലം ദേശത്തെ താന്നിവിള തെക്കേ വീട്ടിൽ കിട്ടുപണിക്കമായ കൃഷ്ണപ്പണിക്കർ 53 വയസ്സ്, മേപ്പടി വീട്ടിലെ അടിസ്ഥളിക്കാരി ഗാനമ്മ മകൾ കൃഷ്ണമ്മ 33 വയസ്സുകാർക്ക് സ്വന്തം മനസ്സിലായി എഴുതി കൊടുക്കുന്ന നമ്മുടെ ഒന്നാം പേരുകാരനായ എനിക്ക് രണ്ടാം പേരുകാരിയായ നിന്നോട് അന്തരംഗത്തിൽ അത്യഗാധമായ പ്രേമവാത്സല്യാദികൾ ഉദ്ഭൂതമായിട്ടുള്ളതിനാലും അവയെ വേണ്ടവിധം ധരിപ്പിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നിട്ടുള്ളതിനാലും ഇപ്രകാരം ഒരു പ്രേമലേഖനം ചമയ്ക്കുവാൻ സംഗതി വന്നിട്ടുള്ളതും ആയതിനാൽ ഇതിനെ വായിച്ച് ഇതിനുള്ള മറുപടി 7 നാൾക്കകം മുഖലാവിലോ മുദ്രപത്രത്തിലോ എനിക്ക് നൽകേണ്ടതും അപ്രകാരം നിന്റെ മറുപടി അനുകൂലമായിരുന്നാൽ നിന്നെ ഗാന്ധർവാചാരപ്രകാരം വേലി കഴിച്ചു. ഇനിയാണ് ഞങ്ങളുടെ റവന്യൂ ശ്രദ്ധിച്ചോളാം. നിന്നെ ഗാന്ധർവാചാരപ്രകാരം വേലി കഴിച്ചു, പേരിൽ കൂട്ടി കരുതീർത്തു, കണ്ടവരെ വിളിച്ചും അന്വേഷണം പോകാതെ ആദായം അനുഭവിച്ചു, യഥാവിധി സന്താനങ്ങളിലെ ശിക്ഷും നടന്നു പോരേണ്ടുന്നതും അപ്രകാരം നടന്നു വരവേ പരപുരുഷ സംസർഗമോ ചാരിത്രമോ പലരും നിങ്ങൾ കണ്ടുപോയാൽ ഈ ബന്ധം മുൻകൂർ നോട്ടീസ് അല്ലാതെ ഒഴിമൊഴി വെച്ചെടുന്ന് കുടിക്കടമാക്കലുകൾ ശിവനായും തിരുവനായും ജീവനിൽ നടത്തിയെടുക്കാനുള്ള സർവ്വവിധ അവകാശങ്ങളും എന്ന് നിശ്ചിതമായിരിക്കുന്നതും അതിനെ ചോദ്യം ചെയ്യാൻ നൽകി യാതൊരുവിധ അവകാശമില്ലാത്തതുമായിരിക്കും എന്ന് ഇപ്രകാരം എഴുതി കൊടുത്ത കിട്ടുപണിക്കർ കൃഷ്ണപ്പണിക്കർ. ഇതിന്റെ ലാസ്റ്റ് വരിക്ക് ഒരു ആധാരത്തിൽ ശ്രദ്ധിക്കുക. ഇതിന്റെ 13ാമത്തെ വരിയിൽ പാമ്പെട്ടി ച എന്ന് തിരിച്ചിട്ടുണ്ട്. അപ്പോ ഇത് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അപ്പോ ഇതിനെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. എന്റെ ഫോർമാറ്റ് അറിയാമെങ്കിൽ കുറച്ച് സ്പേസ് കൂടുതൽ കിട്ടും. നന്ദി, നമസ്കാരം. നന്ദി സാർ. ഞങ്ങളുടെ പ്രേമ ഉപകാരം